ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. 10 വർഷം പൂർത്തിയാക്കി മുദ്രാ വായ്പ യോജന. രാജ്യത്തെ പാവപ്പെട്ടവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പദ്ധതി വഴിയൊരുക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയെ സുസ്ഥിര വികസിത രാഷ്ട്രമാക്കുന്നതിന് മുൻനിര രാഷ്ട്രങ്ങളുമായി മത്സരിക്കേണ്ടി വരുമെന്നും അതിനായി യുവജനങ്ങൾ കഠിനാധ്വാനം ചെയ്യണമെന്നും കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. 26 ലക്ഷം കുട്ടികൾക്ക് 4 കിലോ വീതം അരി വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. മലപ്പുറത്ത് പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. കുടുംബശ്രീ ബാലസഭകളിൽ ഇന്ന് തിരഞ്ഞെടുപ്പ്. 4.6 ലക്ഷം കുട്ടികൾ പങ്കെടുക്കുന്നു. സംസ്ഥാന കേരളോത്സവത്തിന് കോതമംഗലത്ത് ഇന്ന് തുടക്കമാകും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ പാവപ്പെട്ടവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മുദ്ര യോജന വഴിയൊരുക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓരോ മുദ്ര വായ്പയും ഗുണഭോക്താവിന് മുന്നേറുവാനുള്ള അവസരവും അന്തസ്സും ആത്മാഭിമാനവും പ്രാപ്യമാക്കി. പ്രധാനമന്ത്രി മുദ്രാ യോജന 10 വർഷം പൂർത്തീകരിക്കുന്ന വേളയിൽ പദ്ധതി ഗുണഭോക്താക്കളുമായി തന്റെ വസതിയിൽ സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ്ഗക്കാരും ഒബിസി വിഭാഗവുമാണ് പദ്ധതി ഗുണഭോക്താക്കളിൽ പകുതിയും. മുദ്ര വായ്പ ലഭിച്ചവരിൽ 70% പേരും സ്ത്രീകളാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. सबसे ज्यादा महिलाएं आगे आई, सबसे ज्यादा लोन के लिए अप्लाई करने वाली महिला है, सबसे ज्यादा लोन प्राप्त करने वाली महिला है और सबसे जल्दी रीपेमेंट करने वाली भी महिला है. यानी ये एक नया क्षेत्र विकसित भारत के लिए जो संभावना है ना, वो इस शक्ति में पड़ी हुई है, वो दिखाई दे रहा है. 2015 ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്രാ യോജനയിലൂടെ ഇതുവരെ 52 കോടി വായ്പകളിലായി 32.6 ലക്ഷം കോടി രൂപയാണ് അനുവദിച്ചത്. ഇന്ത്യയെ സുസ്ഥിര വികസിത രാഷ്ട്രമാക്കുന്നതിന് മുൻനിര രാജ്യങ്ങളുമായി മത്സരിക്കേണ്ടി വരുമെന്നും നമ്മുടെ മികവ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരുമെന്നും കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. അതിനായി യുവജനങ്ങൾ കഠിനാധ്വാനം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ ലൈബ്രറി കെട്ടിടങ്ങളുടെ തറക്കല്ലിടൽ കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. Physical infrastructure development is not the key to our success. It is required. It is essential. Without that, we cannot put our effort. But we'll have to mentally prepare that we are going to achieve the target which demands more effort, more commitment, more dedication. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി വിർച്വലായി നിർവഹിച്ചു. നിയമസഭകൾ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർമാർ പരമാവധി 3 മാസത്തിനുള്ളിൽ തീരുമാനം എടുക്കണമെന്ന് സുപ്രീംകോടതി. ബില്ലുകൾ വീണ്ടും പാസാക്കി നിയമസഭ തിരിച്ചയച്ചാൽ പരമാവധി 1 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം. ബില്ല് തടഞ്ഞുവയ്ക്കാനോ രാഷ്ട്രപതിക്ക് അയക്കാനോ തീരുമാനിക്കുകയാണെങ്കിൽ 1 മാസത്തിനകം ഗവർണർ നടപടി സ്വീകരിക്കണം. ബില്ലുകളിൽ തീരുമാനം നീട്ടിവച്ച ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. ഗവർണർ തടഞ്ഞുവച്ച 10 ബില്ലുകളും സുപ്രീംകോടതി അംഗീകരിച്ചു. തമിഴ്നാട് ഗവർണർ തടഞ്ഞുവച്ച ബില്ലുകൾ അംഗീകരിച്ച സുപ്രീംകോടതി വിധി സ്വാഗതം ചെയ്യുന്നതായി മന്ത്രി പി രാജീവ് മാധ്യമങ്ങളോട് പറഞ്ഞു. മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുവാനാണ് ഭരണഘടന ഗവർണർക്ക് അധികാരം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഉച്ചഭക്ഷണ പദ്ധതി കേരളത്തിൽ പുതുമയോടെയാണ് നടപ്പാക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പോഷകമൂല്യമുള്ള ഭക്ഷണമാണ് കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെ സർക്കാർ അംഗീകൃത വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന 26 ലക്ഷം കുട്ടികൾക്ക് 4 കിലോ വീതം അരി വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കരിവെന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കെ രാധാകൃഷ്ണൻ എംപി ഇഡിക്ക് മുന്നിൽ ഹാജരായി. കൊച്ചിയിലെ ഓഫീസിലാണ് അദ്ദേഹം ഹാജരായത്. ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകുമെന്നും രേഖകൾ ആവശ്യപ്പെടും മുന്നേ തന്നെ ഹാജരാക്കിയിരുന്നതായും കെ രാധാകൃഷ്ണൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാനത്തെ 31,000-ലേറെ കുടുംബശ്രീ ബാലസഭകളിൽ ഇന്ന് തിരഞ്ഞെടുപ്പ്. 4.6 ലക്ഷം കുട്ടികൾ പങ്കാളികളാകുന്നു. 10നും 18നും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് മത്സരിക്കുന്നത്. സംസ്ഥാനത്താകെ 1 ലക്ഷത്തിലേറെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി പാറശാല കൊല്ലയിൽ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ നാളെ ശില്പശാല സംഘടിപ്പിക്കുന്നു. അന്നവും ആരോഗ്യവും എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ശില്പശാല CK ഹരീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം മേധാവി വി ശിവകുമാർ അധ്യക്ഷനാകും.
ആകാശവാണി തിരുവനന്തപുരം അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീകുമാർ മുഖത്തല, കാർഷിക മേഖലയിലെ വിദഗ്ധർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. മലപ്പുറത്ത് പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. ഇന്നലെ വൈകിട്ട് അറസ്റ്റ് ചെയ്ത പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് മലപ്പുറം എസ്പി അറിയിച്ചു. കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. പ്രസവം ഏറെ സങ്കീർണതകൾ നിറഞ്ഞതാണെന്നും വൈദ്യമേൽനോട്ടം അത്യാവശ്യമാണെന്നും പൊതുജനാരോഗ്യ പ്രവർത്തക ഡോക്ടർ ഷിംന അസീസ്. തെറ്റായ പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്നത് അപകടങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും അവർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. മനുഷ്യരിലെ പ്രസവം ഏറെ സങ്കീർണതകളുള്ളതാണ്. ഏത് നിമിഷവും അതൊരു കോംപ്ലിക്കേഷനിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. ഗർഭിണിയാണ് എന്ന് അറിയുമ്പോൾ തൊട്ട് പ്രസവശേഷം രണ്ടുപേരും രണ്ടായി മാറി രണ്ടുപേരും സെറ്റിൽ ആകുന്ന ഒരു ക്രിട്ടിക്കൽ പീരീഡ് കഴിയുന്നതുവരെ അവിടെ വൈദ്യ മേൽനോട്ടം ആവശ്യമുണ്ട്. തുടർച്ചയായി കൃത്യമായ ഇടവേളകളിൽ നോക്കുകയും എന്തെങ്കിലും ഒരു അപകടം മണത്താൽ അവിടെ വേണ്ട രീതിയിൽ ഇടപെടുകയും ചെയ്ത് ജീവനുകൾ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു രോഗിയാക്കുകയല്ല, മറിച്ച് സപ്പോർട്ട് സിസ്റ്റമാണ്. ദയവ് ചെയ്ത് ഇതേക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റിവെക്കുക. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ 34 കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണം റവന്യൂ മന്ത്രി കെ രാജൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പുന്നപ്ര വണ്ടാനത്ത് നിർവഹിക്കും. ഇടുക്കി ജില്ല സമ്പൂർണ്ണ ഹരിത പദവിയിലേക്ക്. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കിയെ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. സമ്പൂർണ്ണ ഹരിത പദവി കൈവരിക്കുന്നതിന് മുന്നോടിയായി കഴിഞ്ഞ വർഷം ഒക്ടോബർ 2 ആരംഭിച്ച മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ ഈ വർഷം മാർച്ച് 30 പൂർത്തിയാക്കി. ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളെയും ബ്ലോക്ക് പഞ്ചായത്തുകളെയും സമ്പൂർണ്ണ മാലിന്യമുക്തമായി ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനായുള്ള പ്രവർത്തനങ്ങൾ വിവിധ വകുപ്പുകളുടെയും സന്നദ്ധ സംഘടനകൾ, കുടുംബശ്രീ പ്രവർത്തകർ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ എന്നിവരുടെയും സഹകരണത്തോടെയാണ് വിവിധ ഘട്ടങ്ങളിലായി നടത്തിയത്. ശുചിത്വ പരിപാലനത്തിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് പഞ്ചായത്തുകളിൽ ഹരിതസഭകളും സംഘടിപ്പിച്ചിരുന്നു. മാലിന്യം വലിച്ചെറിയൽ സംബന്ധിച്ച പരാതി അറിയിക്കുന്നവർക്കുള്ള പാരിതോഷിക തുക ഉയർത്തുന്നത് സംസ്ഥാനത്ത് പരിഗണനയിൽ. 9446700800 എന്ന വാട്സ്ആപ്പ് നമ്പരിൽ മാർച്ച് 31 വരെ 5762 പരാതി ലഭിച്ചു. വാട്സ്ആപ്പിലൂടെ ലഭിച്ച പരാതികളിൽ മാത്രം 23.31 ലക്ഷം രൂപ പിഴ ചുമത്താനായി. ഈടാക്കുന്ന പിഴത്തുകയുടെ 25% പരമാവധി 2500 രൂപയോ ആണ് നിലവിലെ പാരിതോഷികം. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ കോതമംഗലത്ത് നടത്തുന്ന സംസ്ഥാന കേരളോത്സവത്തിന് ഇന്ന് തുടക്കമാകും. വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിക്കും. മാർ ബേസിൽ സ്കൂൾ മൈതാനത്ത് സമ്മേളനം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. പണം തട്ടുന്നതിനായി ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഉപയോക്താക്കൾ ജാഗ്രത പുലർത്തണമെന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു. ട്രായയിൽ നിന്നാണെന്ന് അവകാശപ്പെടുന്നവരുടെ ഫോൺ വിളികൾ സ്വീകരിക്കരുതെന്ന് അതോറിറ്റി നിർദ്ദേശിച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ ഫൈനലിൽ ബംഗളൂരു മോഹൻ ബഗാനുമായി ഏറ്റുമുട്ടും. ഈ മാസം 12-നാണ് ഫൈനൽ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൌ സൂപ്പർ ജയൻസുമായും രണ്ടാമത്തെ കളിയിൽ പഞ്ചാബ് കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സുമായും ഏറ്റുമുട്ടും. ഇന്നലത്തെ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പരാജയപ്പെടുത്തി. രാജ്യത്ത് ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 1155 പോയിന്റ് ഉയർന്ന് 74,293-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 364 പോയിന്റ് ഉയർന്ന് 22,525-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 480 രൂപ താഴ്ന്ന് 65,800 രൂപയും ഗ്രാമിന് 60 രൂപ കുറഞ്ഞ് 8,225 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ ഇടിമിന്നലോടെ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വിവിധ കാരണങ്ങളാൽ 2023 മുതൽ മുടങ്ങിയ 10,590 പേരുടെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ ഉത്തരവ്. ഇവർക്ക് ഈ ജനുവരി വരെയുള്ള ക്ഷേമ പെൻഷൻ ലഭ്യമാകും. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ 84ാമത് ദേശീയ സമ്മേളനത്തിന് ഇന്ന് അഹമ്മദാബാദിൽ തുടക്കമാകും. വിശാല പ്രവർത്തക സമിതി യോഗം ഇന്ന് ചേരും. എഐസിസി സമ്മേളനം നാളെ സബർമതി നദീതീരത്ത് നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 10 വർഷം പൂർത്തിയാക്കി മുദ്രാ വായ്പ യോജന. രാജ്യത്തെ പാവപ്പെട്ടവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പദ്ധതി വഴിയൊരുക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയെ സുസ്ഥിര വികസിത രാഷ്ട്രമാക്കുന്നതിന് മുൻനിര രാഷ്ട്രങ്ങളുമായി മത്സരിക്കേണ്ടി വരുമെന്നും അതിനായി യുവജനങ്ങൾ കഠിനാധ്വാനം ചെയ്യണമെന്നും കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. 26 ലക്ഷം കുട്ടികൾക്ക് 4 കിലോ വീതം അരി വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. മലപ്പുറത്ത് പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. കുടുംബശ്രീ ബാലസഭകളിൽ ഇന്ന് തിരഞ്ഞെടുപ്പ്. 4.6 ലക്ഷം കുട്ടികൾ പങ്കെടുക്കുന്നു. സംസ്ഥാന കേരളോത്സവത്തിന് കോതമംഗലത്ത് ഇന്ന് തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.